ജസ്റ്റ് പഠിക്കുക, ഇത് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അത് സ്മാർട്ട് ഫോൺ തന്നെ ആവണം എന്നൊരു നിർബന്ധമില്ല. ഞങ്ങളിവിടെ ചെയ്തത് ഒരു സ്മാർട്ട് ഫോൺ മേഖലയിൽ ആദ്യം പഠിക്കുക. ലെവൽ 1 എന്ന് പറയുന്ന ഏതൊരു തൊഴിലാളിക്കും ആദ്യം പഠിക്കണം. പഠിക്കാതെ ഒരു തൊഴിലും ചെയ്യാൻ പാടില്ല. ആ ഒരു പഠനമാണ് ഇവിടെ കൊണ്ടുപോയി ഒരു ലെവൽ ഒന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പഠിച്ച് പൂർത്തിയാക്കിയ, അല്ലെങ്കിൽ ജസ്റ്റ് ആ പഠനം പൂർത്തിയാക്കിയ നമ്പർ 1 എന്ന ഒരു തൊഴിലാളിയെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ നമുക്ക് പരിചയപ്പെടാം. കമോൺ പ്ലീസ്, നമ്പർ 1. ഇതാ ഈ 1ാമത്തെ ലെവലിൽ വന്ന് നിന്നാലും എനിക്ക് ഇവനോട് ചോദിക്കാനുള്ളത്, എത്രയോ കോഴ്സുകളുണ്ട്, ഏതെല്ലാം മേഖലകളുണ്ട്, എന്തുകൊണ്ട് ഇദ്ദേഹം ഈ ഒരു മേഖല മാത്രം തിരഞ്ഞെടുത്തു? അയാൾ തന്നെ പറയട്ടെ. ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് മെയിൻ കാരണം. പിന്നെ വളരെ എളുപ്പത്തിൽ എനിക്ക് ജോലി സാധ്യത തോന്നി, അതുകൊണ്ടാണ് ഞാനിത് തിരഞ്ഞെടുത്തത്. അപ്പം നമുക്ക് അനുഭവം വേണ്ടേ? ഇങ്ങനെ ജോലി സാധ്യത ഉണ്ട് എന്ന് മറ്റൊരാൾ കാണണ്ടേ? കണ്ടിട്ടുണ്ടോ? എന്താ പേര്? സിനേഷ്. എവിടെ സ്ഥലം? പത്തനംതിട്ട. ഒരു മെമൻറ്റോ കൊടുക്കുകയാണ്, അവിടെ പിടിച്ചവിടെ നിന്നോ. ലെവൽ 1. അങ്ങനെ 8കാരൻ്റെ സംഭാഷണം നമുക്ക് കേൾക്കണം. എങ്ങനെയാണ് ഇവർ വളർന്നത്? ഇവരെന്ത് വ്യത്യാസമാണ് ഈ കുട്ടികൾക്കുള്ളത്? ഇങ്ങനെ ഉണ്ടാകാൻ നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു? ആ ഒരു ഗൈഡൻസ് നിങ്ങൾ അറിയിക്കുക പ്ലീസ്. ലെവൽ നമ്പർ 2, 2ാം നമ്പർ ഒന്ന് കടന്നു വന്നാലും. എന്താ പേര്? അജ്മൽ. എവിടെ സ്ഥലം? പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലയിൽ നിന്നും അജ്മൽ പെരിന്തൽമണ്ണ ലെവൽ 2-ലെത്തിയിരിക്കുകയാണ്. 1ാമത്തെ ലെവലിൽ നിന്ന് എന്തേ ഈ കോഴ്സ് പൂർത്തിയാക്കി ഇഷ്ടം പോലെ ഒരു ജോലി അന്വേഷിച്ച് കേരളത്തിൽ അലയാമായിരുന്നില്ലേ? എന്തിനു വേണ്ടി പിന്നെ ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ മാർഗം? എന്തിന്? ഭാഷ അറിയാതെ, അവിടുത്തെ കാലാവസ്ഥ അറിയാതെ, അവിടുത്തെ തണുപ്പും ചൂടും സഹിച്ച് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാനുള്ള കാരണം എന്താ മോനെ? അത് പഠിക്കാനാണ്. വ്യത്യസ്ത കാലാവസ്ഥ, വ്യത്യസ്ത ഭാഷ, വ്യത്യസ്ത സംസ്കാരം, പിന്നെ വീട്ടിൽ നിന്ന് വിട്ടുനിന്നിട്ടൊരു പരിചയം, അങ്ങനെയെല്ലാം. അതും ഒരു പഠനമാണ്. ഈ ഒരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടെങ്കിൽ ലോകത്ത് എവിടെയും പോകാം എന്ന് ഈ കുട്ടികൾ പറയുന്നു. എന്തേ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കണം എന്നുള്ള നിർബന്ധം? പ്രവാസികളായ ആളുകൾ GCC രാജ്യങ്ങളിൽ പോകുന്നു. അവിടെ നിന്ന് ആ 4-5 രാജ്യം കഴിഞ്ഞാൽ നേരെ കേരളത്തിലെ രണ്ടത്താണിയിൽ, കോട്ടക്കലും ഇട്ടാവട്ടത്തിൽ കറങ്ങുന്നു. അതാണോ ഈ ലോകം? 200 ചില്ലാന രാജ്യങ്ങളിൽ വിശാലമായി കിടക്കുകയാണ്. അവിടെയൊക്കെ ഒരു മലയാളിക്ക് കടന്നു പോകാം. ആദ്യം ഒരു മലയാളിയും GCC രാജ്യത്ത് പോയിട്ടില്ല. അവിടുത്തെ ഒരു മലയാളി നമ്മെ കൈപിടിച്ച് അങ്ങോട്ട് ക്ഷണിച്ചു. അവിടെ സ്വീകരിക്കാൻ ആളുള്ളപ്പോൾ ഒരു മലയാളി അങ്ങ് ദുബായിലെത്തി, പായ്ക്കപ്പലിലെത്തി. അതിനുശേഷം ഒരാളും അവിടെ ഒരാൾ ഇല്ലാതെ ഇവിടുന്ന് പോയിട്ടില്ല. ഒരു കെയർ ഓഫിലായിരിക്കും. അതുപോലെ ഡൽഹിയിലേക്ക് ഇതാ ഒരാൾ വന്നിരിക്കുകയാണ്. അല്ല, 1999 ഡൽഹിയിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. അവിടെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, മക്കളെ വരും. അപ്പോൾ അവർ വന്നു. മോനെ, എന്താണ് എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇപ്പോൾ ഡൽഹിയിലേക്ക് നീ പോയി, ഡൽഹിയിലെത്തിയോ? എവിടെ എത്തിപ്പോ? ഇപ്പോൾ കർണാടക ശിമോഗയിൽ OJT-ലാണ്. കർണാടക ശിമോഗയിൽ ഓൺ ജോബ് ട്രെയിൻ, OJT മീൻസ് ഓൺ ജോബ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ സർട്ടിഫിക്കറ്റ് മേടിച്ചവരൊക്കെ OJT എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്. എന്താണ് നെക്സ്റ്റ് ആഗ്രഹം? എന്താണ്? എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് നേടണം. ഓക്കെ, എക്സ്പീരിയൻസ് നേടിയ 3ാമത്തെ സ്റ്റെപ്പ് ഒന്ന് കടന്നു വന്നാലും. നമ്പർ 3. എന്താ മോൻ്റെ പേര്? മുഹമ്മദ് ബാസിത്ത്. എവിടെ നിന്നാണ് വരണേ? കൊണ്ടോട്ടി, മലപ്പുറം ജില്ല. ഓക്കെ, എന്താ മോൻ ചെയ്തുകൊണ്ടിരിക്കണേ? ഞാൻ ഇപ്പോൾ ഡൽഹി ബ്രിഡ്കോയില് പ്രിപ്പറേഷനിലാണ്. ഡൽഹി ബ്രിഡ്കോയിൽ പ്രിപ്പറേഷൻ, അഥവാ പ്രാക്ടീസിന് വേണ്ടി എവിടെ OJTക്ക് വേണ്ടി പോയി അത് കഴിഞ്ഞ് തിരിച്ചെത്തി വീണ്ടും അവനെ ഒന്ന് നേരെയാക്കി എടുക്കുക, ഒന്ന് റെഡിയാക്കുക. പ്രിപ്പറേഷൻ എന്തിനു വേണ്ടി? ഒരു ടെക്നീഷ്യൻ ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ മോൻ? എന്താ ആഗ്രഹിക്കുന്നത്? അടുത്ത് സ്വന്തം ഒറ്റയ്ക്കൊരു ഷോപ്പിൽ പോയി എക്സ്പീരിയൻസ് നേടുക. ഒറ്റയ്ക്കൊരു ഷോപ്പിൽ പോയി എക്സ്പീരിയൻസ് നേടണം. ഇവിടെയാണ് ഏറ്റവും വലിയ റിസ്ക്. സ്വന്തം പോയി ഒരു ഷോപ്പിൽ നിന്ന് എക്സ്പീരിയൻസ് നേടുക. അതും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ. ഭാഷ അറിയില്ല, അവിടുത്തെ ഭക്ഷണം പരിചയമില്ല, തണുപ്പ് ചൂട് എല്ലാം സഹിച്ച്. ആ നമ്പർ 4 പ്ലീസ്. നമ്പർ 4 ഒന്ന് വന്നാലും. അത് അനുഭവിച്ച ആളെന്നെ പറയട്ടെ ആ അനുഭവം. പ്ലീസ് കം. ലെവൽ 4-ലെത്തിയിരിക്കുകയാണ്. എന്താ പേര്? ആഷിഖ്. മറ്റേ നാട് എവിടെയാ? കൂട്ടിലങ്ങാടി മടപ്പ്. എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണം? ഇപ്പോൾ നോർത്തിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നതാണ്. ഇനിയിപ്പോൾ ദുബായിലെ എക്സ്പീരിയൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദുബായിലേക്ക് പോകണം, ദുബായിൽ എക്സ്പീരിയൻസിലേക്ക് പോകണം. ഇപ്പം ഈ ദുബായിൽ പോകാനുള്ള കാരണം നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്പർ 4 നമ്പർ ഒരു വിമാനത്തിൻ്റെ സിമ്പൽ കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ വീഡിയോയിലുണ്ട്. എന്തിനത് കാണിച്ചു? നമ്മൾ 2004 തന്നെ ഈ എക്സ്പീരിയൻസ് നേടിക്കൊടുക്കാൻ വേണ്ടി ദുബായിൽ ഒരു LLC കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ആ കമ്പനിയിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ് അങ്ങോട്ട്. ഇവരെ ക്ഷണിക്കുന്ന, എന്നിട്ട് അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആക്കി കൊടുക്കും അല്ലേ? അവിടെ നിന്ന് എന്നാ പോകണം അങ്ങോട്ട്? എന്താണ് പ്ലാൻ? അടുത്ത ദുബായിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം, എന്നിട്ട് പിന്നെ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങണം. അങ്ങനെ ഇങ്ങനെ തോന്നാനുള്ള കാരണം നീ മറ്റാരെങ്കിലും അങ്ങനെ പോയി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഇവിടെ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, നമ്പർ 5 ആ കുട്ടിക്കൊന്ന് കാണട്ടെ നിങ്ങളുടെ അനുഭവം. അത് ജീവനോടെ തന്നെ അവനൊന്ന് കാണട്ടെ. കമോൺ പ്ലീസ്. നമ്പർ 5. 300 ഇവിടെ. എന്താ മോൻ്റെ പേര്? എൻ്റെ പേര് സ്റ്റാനി ജോസഫ്.
ഞാൻ വർക്ക് ചെയ്യുന്നത് മസ്കറ്റിലാണ്. മസ്കറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ മസ്കറ്റിലെത്തി. ഈ ലെവലൊക്കെ കടന്നിട്ടാണ് ഈ കുട്ടി ഇവിടെ എത്തിയിട്ടുള്ളത്, അത് ഓർക്കണം. എന്താണ് അവിടുത്തെ പ്ലാൻ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് മോനെ? അവിടെ ഇപ്പോൾ 2 കൊല്ലമായി. എനിക്ക് ഒരു ഷോപ്പ് സ്വന്തമായിട്ട്, അതും വിദേശത്ത് തുടങ്ങുന്ന ആഗ്രഹമുണ്ട്. അത് എവിടെയാണെങ്കിലും ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും. ഇപ്പൊ നീ ബിസിനസ് ആണോ ചെയ്യുന്നത്, ജോലിയാണ്? ഇപ്പൊ അവിടെ എക്സ്പീരിയൻസ് ഉണ്ട് മസ്കറ്റിൽ. എക്സ്പീരിയൻസ് എത്ര വർഷമായി? 2 കൊല്ലമായി മസ്കത്തിൽ ഇദ്ദേഹം ജോലി ചെയ്യുന്നു. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത ലക്ഷ്യം എന്താണ്? സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങണം. അങ്ങനെ സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങിയ ഒരു കുട്ടിയെ ഇദ്ദേഹം നേരിട്ട് പരിചയപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? നമുക്ക് അടുത്ത ലെവൽ, 6ാമത്തെ ലെവലിനെ വിളിക്കാം. പ്ലീസ്, നമ്പർ 6. നീ മസ്കത്തിൽ എത്താനുണ്ടായ കാരണം ഒന്ന് വിവരിക്കോ? എങ്ങനെയാണ് മസ്കത്തിൽ പോയത്? ഞാൻ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ദുബായ് ബ്രിഡ്കോ വഴിയാണ് ഞാൻ മസ്കറ്റിലെത്തിയത്. ആക്ച്വലി ദുബായ് വഴി അവിടെ ചെന്ന് പ്ലേസ്മെൻറ്റ് 2-3 കമ്പനി ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ 3 കമ്പനിയിലും കിട്ടിയതാണ്. അതിലൊരു കമ്പനി സെലക്ട് ചെയ്തു. മലയാളിയോട് വീണ്ടും പറയാനുള്ളത്, കുട്ടികളെ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ദുബായിൽ വന്നു കഴിഞ്ഞാൽ, ദുബായ് ഒരു വിസിറ്റിംഗ് വിസ വളരെ ഈസിയാണ്. അതെടുത്ത് ദുബായിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് കമ്പനികളിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി കമ്പനി ബ്രിഡ്കോ നിങ്ങളെ സഹായിക്കും. അതിന് വേണ്ട താമസ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും. എന്നിട്ട് നിങ്ങൾക്ക് കമ്പനികളിൽ പോയി ഇൻ്റർവ്യൂ നടത്തി അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർ പെർമനൻ്റ് വിസ തരും. പോയവരാരും തന്നെ മടങ്ങി വന്നിട്ടില്ല. വിസിറ്റിങ്ങിന് പോയ ആരും തന്നെ മടങ്ങി വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് തീർച്ചയായും അങ്ങനെ ദുബായിൽ പോയി മസ്കത്തിൽ ഇപ്പം 2 വർഷം എക്സ്പീരിയൻസ് നേടിയിരിക്കുകയാണ്. അങ്ങനെ നമ്പർ 5 കഴിഞ്ഞു. നമ്പർ 6 എന്താ മോൻ്റെ പേര്? ഷിഹാബുദ്ദീൻ. 6ാമത്തെ ലെവലിൽ 1, 2, 3, 4, 5 കഴിഞ്ഞ് 6ാമത്തെ ലെവലിലെത്ത്. എന്താണ് എപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ്? സർവീസ് സെന്റർ പാർട്ണർഷിപ്പ് നടത്തിയിരുന്നു. സർവീസ് സെന്റർ എവിടെയാ? സൗദി അറേബ്യയിൽ. അറബിയാണോ പാർട്ട്ണർ? സൗദി. ഒരു അറബിയുടെ കൂടെ പാർട്ട്ണർഷിപ്പിൽ സൗദി അറേബ്യയിലെ ജിദ്ദയില്, സൗദി എന്ന് പറയുമ്പോൾ നാഷണലൈസേഷൻ, സൗദിവൽക്കരണം നടക്കുന്ന ആ രാജ്യത്ത് അറബി മുതലാളിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്കവിടെ പാർട്ട്ണറായി ജോലി ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അവിടെ എന്താണെന്ന്, നമ്മുടെ സ്വന്തം ഒരു സംരംഭം തുടങ്ങുമ്പം സൗദികൾക്ക് അത് അവിടുത്തെ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. പക്ഷേ ധാരാളം വ്യവസായികൾ ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പം അദ്ദേഹം പാർട്ട്ണറായി പ്രവർത്തിക്കുന്നു. എന്താണ് അടുത്ത ലക്ഷ്യം? അടുത്തമാതിരി ആദ്യം മസ്കറ്റിൽ ഇനി ഒരു ഏറ്റവും നല്ല പരിചയമുള്ള സ്ഥലമാണ്, അവിടെ ഒരു ഷോപ്പ് തുടങ്ങണമെന്നാണ്. മസ്കത്തിൽ പോയിട്ട് വേറൊരു രാജ്യത്ത് പോയിട്ട് ഒരു ഷോപ്പ് തുടങ്ങണം, സ്വന്തമായി ഷോപ്പ് തുടങ്ങണമെന്ന്. അങ്ങനെ ഷോപ്പ് തുടങ്ങിയ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എവിടെ? പരിചയത്തിൽ മസ്കത്തിൽ തന്നെ ഉണ്ട്. 6 കഴിഞ്ഞ് നമുക്ക് 7ാം ലെവലിൽ പരിചയപ്പെടാം. ലെവൽ നമ്പർ 7. എന്താ പേര്? രാജേഷ്, കാഞ്ഞങ്ങാട് സ്ഥലം. കാഞ്ഞങ്ങാട് രാജേഷ്. നേരത്തെ വീഡിയോയിലൂടെ സോമാലിയയില്, ആഫ്രിക്കയിൽ ഒരു വീഡിയോ കണ്ടില്ല കുറച്ച് മുമ്പ്? ആഫ്രിക്കയിലെ സോമാലിയ. നമ്മൾ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ മനുഷ്യനെ തിന്നുന്ന നാട്, സോമാലിയ പട്ടിണി നാട്. നമ്മൾ അങ്ങോട്ട് പോയാൽ പിടിച്ച് പറിക്കും. ആഫ്രിക്കയിൽ പോകരുത് മോനേ, ഇതല്ലേ നമ്മുടെ മനസ്സിൽ? ഗൾഫിൽ ചൂടാണ് കേട്ടോ, അങ്ങോട്ട് പോകണ്ട. ഡൽഹി മാരണ തണുപ്പാ, പോവരുത്. ഗുജറാത്ത് കുത്തിക്കൊലയാണ്. UP എന്ന് പറഞ്ഞ വെട്ടാണ്. ഈ UP കണ്ട്, ഗുജറാത്ത് കണ്ടു, ഷിംല കണ്ടു, രാജസ്ഥാൻ കണ്ടു, ഡൽഹിയിലും പഞ്ചാബും ഹരിയാനയും ഉത്തർപ്രദേശും കാശ്മീർ പടപടാ വെട്ടുന്നിടത്ത് ജമ്മു കാശ്മീർ കുട്ടി ഇവിടെ വന്നു. ഇതൊക്കെ ജീവനോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആഫ്രിക്കയിൽ, സോമാലിയയില് ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ പറയട്ടെ. മോനെ, എന്താണ് ഈ സോമാലിയ കറുത്തവർക്കാനെ തിന്നാൻ വരുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. സൊമാലി ലാൻഡിലാണ് ഞാനുള്ളത്. ഹർഗീസ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഈസ്റ്റ് ആഫ്രിക്കയിലാണ് വരുന്നത്. അവിടെ ഒരു പ്രശ്നമില്ല, എല്ലാവരും ഫ്രണ്ട്ലി ആണ്. നമ്മളെ പോലെ തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല അവിടെ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഒരു കുഴപ്പമില്ല, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള കുഴപ്പമുള്ള സ്ഥലങ്ങളൊന്നും അല്ല അവിടെ. സോമാലിയയിൽ നിന്ന് ഒരാൾ ബ്രിഡ്കോ അന്വേഷിച്ച് സോമാലി ലാൻഡിലെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ, ഒരു ആഫ്രിക്കക്കാരൻ കോട്ടയ്ക്കൽ വന്നു. അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. നേരെ ഞാൻ പൊക്കി എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിൾ രണ്ടത്താണിയിൽ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അയാളെ പരിചയപ്പെട്ടു. ഇന്നും ആ ബന്ധമുണ്ട്. അഹമ്മദ് അമീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്. അങ്ങനെ ഇതാ സോമാലിയയിലും നമ്മുടെ മലപ്പുറത്ത്, സ്ഥലം എവിടെയാ? കാഞ്ഞങ്ങാട്. ആ ഭാഗ്യം മലപ്പുറത്തിന് കിട്ടിയിട്ടില്ല. കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലക്കാരനായ രാജേഷിനാണ് ആ ഭാഗ്യം കിട്ടിയുള്ളത്. രാജേഷ്, ആ ആഫ്രിക്ക വിട്ടിട്ടോ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് എന്താ നെക്സ്റ്റ്? എൻ്റെ പ്ലാന് സ്വന്തം ബിസിനസ് ആണല്ലോ. ബിസിനസ് സ്വന്തമല്ലേ? എന്താ നെക്സ്റ്റ്? ഒരു ഷോപ്പാണോ, വേറെ ഷോപ്പുണ്ടോ? എന്താ അടുത്ത പ്ലാൻ? 2 ഷോപ്പുണ്ട്. 2 ഷോപ്പ് നടത്തുന്നുണ്ട്. എന്താ നെക്സ്റ്റ് പ്ലാൻ? ഇപ്പോൾ ഇവിടെ ഷോപ്പുണ്ട്, അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പിന്നെ സെയിൽസ് ഉണ്ട്. അതെല്ലാം നോക്കി നടത്തുന്നുണ്ട്. ഞാൻ ടെക്നിക്കൽ മാനേജറാണ് അവിടെ.
അതേപോലെ തന്നെ ഇനി ലോകം മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ആഗ്രഹം. മാഷാല്ലാ. ലോകം മുഴുവനും ഒരു MNC, ഒരു മൾട്ടിനാഷണൽ കമ്പനി എന്തുകൊണ്ടായിക്കൂടാ പ്രിയപ്പെട്ടവർ? MNC ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, മലപ്പുറമല്ല, ഇന്ത്യയല്ല, സോമാലിയല്ല, ആഫ്രിക്കയിലല്ല, ലോകമെമ്പാടും എൻ്റെ ബ്രാഞ്ചുകൾ കൊണ്ട് നിറക്കണം എന്നുള്ള സ്വപ്നം APJ അബ്ദുൽ കലാം പറയാറുണ്ട്. സ്വപ്നങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപാട് സ്വപ്നം കാണണം, എങ്കിലേ തൊട്ട് താഴെങ്കിലും വന്ന് നിൽക്കാൻ പറ്റൂ എന്നതിന് ഇനി എന്താണ്, എൻ്റെ മൾട്ടിനാഷണൽ കമ്പനി തുടങ്ങണം. അങ്ങനെ ഏതെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങി ആരെങ്കിലും ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, നമ്പർ 8 ആരായിരിക്കും? പടച്ചവനെ, ആ മഹാഭാഗ്യവാൻ. പ്ലീസ് കം. ആ 8ാമത്തെ നമ്പറുകാരനെ ഞാൻ സ്വാഗതം ചെയ്യണം. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. 8ാമത്തെ ലെവലിൽ ലോകം കീഴടക്കിയ അല്ലെങ്കിൽ കീഴടക്കാൻ പോകുന്ന ആ പാവപ്പെട്ട മനുഷ്യൻ മറ്റാരുമല്ല, എൻ്റെ നാട്ടുകാരനാ. രണ്ടത്താണി ഗ്രാമത്തിൽ നിന്നും പഠിച്ച് ഇന്ന് എവിടെ എത്തിയെന്ന് അദ്ദേഹം തന്നെ പറയട്ടെ. താങ്ക് യു. അഭിമാനമുണ്ട്. കാരണം ഞാൻ 7ാം സ്ഥാനം കാസർഗോഡ് ജില്ലയ്ക്ക് പോയപ്പോൾ 8ാം സ്ഥാനം തീർച്ചയായും അത് മലപ്പുറം ജില്ലക്ക് തന്നെയാണ്, എൻ്റെ നാടിന് തന്നെയാണ്. പ്ലീസ് കമോൺ. ഉയരത്തിലേക്ക് മറിയരുത്, വീഴരുത്. ഒരുപാട് ഉയരങ്ങൾക്ക് എത്തുമ്പോൾ വീഴാതെ സൂക്ഷിക്കണം കേട്ടോ. ഇപ്പോൾ ഉയരത്തിലാണ് നീ. അവരൊക്കെ ഇവന് വീണാൽ ഒന്നും പറ്റില്ല. ഇവന് വീണാൽ അവൻ തറയിലാണ്. അതങ്ങനെയാണ്, ചെറിയ ഉയര. പിന്നെ 2ാമത്തെ നിലയിൽ നിൽക്കുന്നവന് ചെറിയ അപകടം പറ്റുള്ളൂ. അങ്ങനെ ഉയർന്ന് നമ്മൾ വലിയൊരു സംരംഭകനായി മാറുമ്പോൾ ഒരുപാട് സൂക്ഷിക്കണം. 7ാം നമ്പറുകാരൻ എവിടെയാണ്? നമ്മുടെ 7ാം നമ്പറുകാരൻ പിടിച്ചോ. 8. നിങ്ങൾക്കൊക്കെ വേണ്ടി 8ാം നമ്പറുകാരനെ കൊടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് അപകടമുണ്ട്, ഒരു സംശയമില്ല. ഒരുപാട് റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക്കും ആ ഒരു കോൺഫിഡൻ്റ് ഉള്ള ആൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഒരു സംരംഭകൻ ഇങ്ങനെയാകണം. കാറ്റോ വെളിച്ചോ തണുപ്പോ ചൂടോ കറുപ്പനോ വെളുപ്പോ ഭക്ഷണത്തിനോ ഒന്നും ഭയപ്പെടാതെ അദ്ദേഹം ഇന്ന് നിൽക്കുന്ന 8ാമത്തെ ലെവല്. അദ്ദേഹം തന്നെ സംസാരിക്കട്ടെ, എൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്? രണ്ടത്താണിൽ ഈ ഗ്രാമത്തിൽ നിന്നും പഠിച്ച് 8ാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ. പേരെന്താ മോനെ? വാഹിദ് അല്ലേ? വാഹിദ്. തൈക്കാട്. രണ്ടത്താണിയിലെ തൈക്കാടന്മാർ വേറെ ഉണ്ടാവും ഇവിടെ ചിലപ്പോൾ കേട്ടോ. അതുകൊണ്ടാണ് തൈക്കാടം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ തൈക്കാടായിരുന്നു. ഒന്ന് വിശദീകരിക്കൂ. ഞാൻ രണ്ടത്താണിക്കൊന്ന് 17ാമത്തെ വയസ്സിലാണ് ബ്രിഡ്കോയിൽ ഞാൻ എത്തിയത്. 17ാമത്തെ വയസ്സിൽ പഠിച്ച് വലിയൊരാളാവണം എന്നുള്ള ലെവലൊന്നല്ലായിരുന്നു എത്തിയത്. ഒന്ന് പഠിക്കണം, ഒരു ഇത് ഇന്ത്യക്കൊന്ന് നടന്ന് കാണണം, അങ്ങനത്തെ ഒരു ചെറിയൊരു ആഗ്രഹമായിട്ടായിരുന്നു ബ്രിഡ്കോയിൽ ഞാൻ എത്തിയത്. ബ്രിഡ്കോന്ന് ഡൽഹിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് കാണാം. 17ാമത്തെ വയസ്സിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ OJ ടീം എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് 2005 ഞാൻ ഫസ്റ്റായിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. 2005-2006 എൻ്റെ കോഴ്സ് ടൈം. 2006 തന്നെ ഞാൻ ദുബായിലെത്തി. ദുബായിലെത്തി ഏകദേശം 2 വർഷത്തോളം ഞാൻ പുറത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. വർക്ക് ചെയ്ത് ഞങ്ങൾ ബ്രിഡ്കോയിൽ ഉണ്ടായിരുന്നു തന്നെ. എൻ്റെ അതേ ബാച്ചിൽ ഞങ്ങൾ 3 ആൾ കൂടിയിട്ടായിരുന്നു ഫസ്റ്റ് ഒരു സർവീസ് സെൻറ്റർ തുടങ്ങുന്നത്. ദുബായിൽ ബർദുബൈ പറഞ്ഞ സ്ഥലത്തായിരുന്നു ഫസ്റ്റ് എൻ്റെ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 1 വർഷം ആ സർവീസ് സെൻറ്റർ ഞങ്ങൾ വർക്ക് ചെയ്തു. അതൊരു ലെവലിലെത്തിച്ചു. രണ്ടാമത് ഉടൻ തന്നെ UAE തന്നെ റാസൽ കൈമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അത് വീണ്ടും 3 ആയി. അങ്ങനെ ഏകദേശം 8ഓളം സർവീസ് സെൻറ്റർ ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിൽ 8 സർവീസ് സെൻറ്റർ പുറമെ ഞങ്ങൾ അതിനിടക്കായിട്ട് തന്നെ യൂറോപ്പിലേക്ക് ഒരു സർവീസ് സെൻറ്റർ, ഒരു സ്മാർട്ട് കെയർ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് ഞങ്ങളുള്ളത്. പക്ഷെ ഞങ്ങളത് ചെറിയ പ്രോബ്ലംസ് കാരണത്താൽ സാധിച്ചിട്ടില്ല. എന്നാലും ഞങ്ങൾ അതിലേക്കാണ് അടുത്തത്. അത് യൂറോപ്പിൽ ഞങ്ങൾക്ക് തുടങ്ങാൻ കഴിയാത്ത കാരണത്താൽ തന്നെ അതിന് പകരമായിട്ട് ഞങ്ങൾ UAE തന്നെ 3 സർവീസ് സെൻ്ററാണ് ആ ടൈമിൽ തന്നെ തുടങ്ങി. ഇപ്പോൾ അജ്മാലിലുണ്ട്, ഷാർജയിലുണ്ട്, ദുബായിൽ തന്നെ 2 ഉണ്ട്, റാസൽ കൈമയിൽ 2 ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ സർവീസ് സെൻറ്റർ, ഒരു സ്മാർട്ട് കെയർ, ആപ്പിളിൻ്റെ ഒരു സ്മാർട്ട് കെയർ ഞങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആകാൻ പോവാണ്. നെക്സ്റ്റ് മന്തായിട്ട് ഓപ്പൺ ആകും. അപ്പോൾ അത് ബ്രിഡ്കോയിൽ എത്തിയ ഒരു കുറേ ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ടല്ലായിരുന്നു ഫസ്റ്റ് വന്നത്. എന്നാലും ബ്രിഡ്കോൻ്റെ സഹായത്തോടെ ബ്രിഡ്കോൻ്റെ സഹായത്തിൽ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ തുറന്നത്. ബ്രിഡ്കോ ദുബായിൻ്റെ വളരെ സഹായം കൊണ്ട് തന്നെയാണ് ഞങ്ങളവിടെ തുറന്നത് ഫസ്റ്റായിട്ട്. ഞങ്ങൾ ഒരു ഐഡിയ പോലും എന്താണെന്ന് ജീവിതം പോലും അറിയാത്ത അങ്ങനത്തെ പ്രായത്തിൽ ഞങ്ങൾ ഫസ്റ്റ് ഇത് തുടങ്ങുന്ന ടൈമിൽ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ തുടങ്ങിയിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് കുടുംബത്തിന് ബാധ്യത എന്നുള്ള ലെവലിലൊക്കെ പറയും. എന്നാലും നമുക്ക് അന്നൊക്കെ എന്നിട്ടായിരുന്നു ഈ ബ്രിഡ്കോൻ്റെ ഒരു
ഏകദേശം 40ഓളം സ്റ്റാഫ് ഉണ്ട്. സ്റ്റാഫ് മീൻസ് ടെക്നീഷ്യന്മാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് 40ഓളം ഒരു സർവീസ് സെൻ്ററിലല്ല, എല്ലാ സർവീസ് സെൻ്ററിലും കൂടെ ആയിട്ട്. ഒരു എൻ്റർപ്രനർ ആകുമ്പോൾ 40 പേർക്ക് തൊഴിൽ കൊടുത്തു എന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും പറയാറ് എന്താണ്? എനിക്ക് ജോലി വേണം, ജോലി വേണം, ജോലി വേണം, ജോലി കിട്ടണം, ജോലി കൊടുക്കണം എന്ന് എപ്പോൾ ചിന്തിക്കുന്നോ അന്ന് നിങ്ങൾ ഒരു വ്യവസായിയാകും. എന്ത് കിട്ടണം, എനിക്കെന്ത് നേടണം, എനിക്കെന്ത് നേടണം എന്നല്ല, എനിക്കെന്ത് നേടിക്കൊടുക്കാൻ പറ്റും, എനിക്ക് ഏത് കുടുംബത്തെ സഹായിക്കാൻ പറ്റും, എനിക്ക് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇന്നും യൂസുഫ് അലി പറയുന്ന വാക്കാണ്, എൻ്റെ അഭിമാനം എന്ന് പറയുന്നത് 10,000 പേരുടെ പട്ടിണി ഞാൻ മാറ്റി എന്നാണ് പറയുന്നത്. എന്ന പോലെ ഇവിടുത്തെ ഓരോ വ്യവസായിയും ഓരോ സംരംഭകനും, സംരംഭം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നവനെന്ന, അതാണ് ഇപ്പം ഇന്ന് ചെയ്തിട്ടുള്ളത് ഇവർ. തീർച്ചയായും നിങ്ങളുടെ 17 വയസ്സിൽ ഇദ്ദേഹം കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ കുഞ്ഞായിട്ട് ഇതേ അവിടെ കാണുന്നുണ്ടാവും. ഒരു കുഞ്ഞു പയ്യൻ നിൽക്കുന്നത് കണ്ടോ? ആ സമയത്ത് തലയിലിട്ട് കൊടുത്തു ഒരു സംരംഭകൻ എങ്ങനെ ആകണമെന്ന്, എങ്ങനെ പഠിക്കണമെന്ന്, എങ്ങനെ എക്സ്പീരിയൻസ് നേടണമെന്ന്. ആ പ്രായത്തിൽ 1 കൊല്ലം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് ആ കുട്ടി പോകുമ്പോൾ ആ കുട്ടിയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സിൽ എന്തായിരിക്കും? ഇന്ന് ഇവിടെ കയറി വന്ന ഈ ബാബു എന്ന് പറയുന്ന അവൻ്റെ ഉമ്മ എന്നെ വിളിച്ച് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇന്ന് ഞാൻ ഓർക്കുന്നു. ഈ 17ാമത്തെ വയസ്സിൽ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർ പറഞ്ഞ വാക്ക്, മോനെ എന്നെ വിളിക്കുകയാണ്, എൻ്റെ ഉമ്മയുടെ സ്ഥാനത്തിരിക്കുന്ന പെങ്ങൾ വിളിക്കുക, എനിക്ക് ആൺകുട്ടിയായി അവൻ മാത്രമേ ഉള്ളട്ടോ എന്നൊരു വാക്ക് പറഞ്ഞ് കരഞ്ഞു. ട്രെയിനിൽ ഒറ്റക്കാണ് യാത്ര എന്ന് പറഞ്ഞപ്പോൾ ആ മാതാവ് കരഞ്ഞു. എന്നിട്ടും പറഞ്ഞു, ഞാൻ പോകണം, ഞാൻ തണുപ്പും ചൂടും കൊണ്ട് വളർന്നവനാ, കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ട മാത്രമേ ഈ സ്ഥാപനം നിലനിൽക്കൂ. ഇതുപോലെ 8 ലെവലുകളിലായി ഇതുപോലെ എൻ്റർപ്രനേഴ്സിനെ വാർത്തെടുക്കാൻ പറ്റൂ എന്ന് അന്ന് സ്വപ്നം കണ്ടു. അത് പ്രകാരം ആ കുട്ടീനെ പറഞ്ഞയച്ചു. അതിനുശേഷം സ്വന്തം നാട്ടിലുള്ള ഇദ്ദേഹം തന്നെ അതിന് മുന്നോട്ട് വന്നു. കാരണം അവൻ കാണുന്നത് എൻ്റെ കുടുംബത്തെയാണ്, അവൻ കണ്ടു വളരുന്നത് എൻ്റെ മറ്റു റിലേറ്റീവിനെയാണ്. അവന് ആത്മവിശ്വാസം കൂടി, എന്തായാലും വിജയിക്കുമെന്ന്. അങ്ങനെ നാട്ടുകാർ വന്നു, പിന്നെ ഇതായി നിങ്ങളും വന്നു, ആയിരക്കണക്കിന് ആളുകൾ പിന്നെ കടന്നു വന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും മുന്നോട്ട് പോകണം, സ്വപ്നങ്ങൾ ഇനിയും ഒരുപാട് ബ്രിക്കോക്ക് ബാക്കിയുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ 4 മുതൽ 8 വരെയുള്ള ഇവരെ ഒരു ഗൗണിട്ട് ഇവരെ സ്വീകരിക്കാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ അവരെന്തായി പഠിക്കുന്നവരാണ്. 1, 2, 3. ഇൻഷാ അല്ലാഹ് നിങ്ങളും ഇതുപോലെ ഉയരങ്ങളിൽ എത്തണം. നിങ്ങളൊക്കെ ലക്ഷ്യം ഇവിടെ ആവണം. 8 അല്ല, 8ലും മേലെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ. എന്താ പറയാ, ആകാശത്തോളം സ്വപ്നം കണ്ടാൽ അതിനെ തൊട്ട് താഴെ കിടക്കും എന്ന് പറഞ്ഞ പോലെ തീർച്ചയായും ഇതൊരു മോഡൽ മാത്രമാണ്. പ്രിയപ്പെട്ട ഇനി പഠിച്ചു വരുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഒരുപാട് ത്യാഗം സഹിച്ച് തന്നെയാണ് ഇവരിവിടെ എത്തിയിട്ടുള്ളത്. ഈസിയായ, നേരായ, വളരെ ഈസിയായ മാർഗത്തിലൂടെ എല്ലാവരും വന്നിട്ടുള്ളത്. തണുപ്പും ചൂടും അവരനുഭവിച്ചിട്ടുണ്ട്. എത്രയോ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കുട്ടികൾ വിളിച്ചു പറയുന്നത്, ഇന്ന് പച്ചരി ചോറാണ്, ഇന്ന് ചപ്പാത്തിയാണ്, പുഴുങ്ങലിന് ചോറില്ല, ഇറച്ചിയില്ല, അവിടെ മീനില്ല, വെറും പയറുകറിയാണ്, ഫാനിന് സ്പീഡ് കൂടുതലല്ല, കുറവാണ്, തണുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരാതികൾ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ സഹിച്ച് 1, 2, 3 വർഷക്കാലം കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഈ കുട്ടികൾക്ക് ഇനി ലോകത്തിൻ്റെ എവിടെ പോയി ഒരു ജോലി കണ്ടെത്താൻ ഒരു പ്രയാസം ഉണ്ടാകില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, ഈ മേഖല തന്നെ നിങ്ങൾ സ്വീകരിക്കണം, ഒരു നിർബന്ധമില്ല. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ, മൊബൈൽ പോലെ വേറെ ഉണ്ടാവും, അവിടെയൊക്കെ പറഞ്ഞയച്ച് ഇതുപോലെ ഒരു സംരംഭകനായി വളരട്ടെ. ഇനി ഒരു ശമ്പളം മേടിക്കുന്നവനല്ല വേണ്ടത്, ശമ്പളം കൊടുക്കുന്നവനായി വളരട്ടെ എന്ന് ഈ ഒരു മോഡൽ വെച്ച് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.